ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. സോ നമ്മുടെ NRI സീരീസിന്റെ ഭാഗമായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ICICI ബാങ്കിന്റെ NRI പ്രോ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് സ്കീമിനെ കുറിച്ചിട്ടാണ്. സോ ആ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ വീണ്ടും പറയുകയാണ്, നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കണമെന്നില്ല നിങ്ങൾ ഈ അക്കൗണ്ട് എടുക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാവണം എന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ വീണ്ടും ഈ ഡീറ്റെയിൽസ് ഒക്കെ വിശദമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് നോക്കി മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. സോ NRI പ്രോ എന്ന് പറയുന്നത് ICICIയുടെ ഒരു പ്രീമിയം NRI അക്കൗണ്ടാണ്. സാധാരണ എപ്പോഴും നമ്മൾ തുടങ്ങുന്ന പോലെ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കി നോക്കാം. പ്രധാനമായിട്ടും അവർ കൊടുത്തിരിക്കുന്നത് ഫീച്ചർ റിച്ച് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വിസയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് ഈ ഒരു സ്കീമിൽ വരുന്നത്. അതുകൂടാതെ പ്രിവിലേജ് പ്രൈസിങ് ആൻഡ് മോർ പ്രൈസിങ് ബെനിഫിറ്റ്സ് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം. സോ എപ്പോഴും തുടങ്ങുന്ന പോലെ നമുക്ക് ആദ്യം തന്നെ മിനിമം ബാലൻസ് ക്രൈറ്റീരിയ വെച്ചിട്ട് നോക്കാം. ഇതിനായിട്ട് നമ്മുടെ പേജിൻ്റെ താഴോട്ട് വരുന്ന സമയത്ത് എലിജിബിലിറ്റീൻ്റെ അണ്ടറിൽ എത്രയാണ് മിനിമം ബാലൻസ് വെക്കേണ്ടത്, ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ളത് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് വെക്കേണ്ടത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ചില ഓപ്ഷൻസും കൂടി ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അതായത് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ വെക്കുകയും ഒരു FD ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് സ്കീമിന് എലിജിബിൾ ആണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതും അല്ലെങ്കിൽ 25 ലക്ഷം രൂപ നമ്മളുടെ അക്കൗണ്ടിലും ഡെപ്പോസിറ്റ്സും ലോൺസും ഡിമാറ്റ്സും ക്രെഡിറ്റ് കാർഡ് സ്പെൻസ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സ്കീമിൽ എലിജിബിൾ ആണെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമതൊരു ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നെങ്കിൽ ഹൗസിംഗ് ലോൺ. ICICI ബാങ്കിൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ മുകളിലുള്ള ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ അപ്പോഴും ഈ ഒരു സ്കീം യൂസ് ചെയ്യാൻ നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളതാണ് കൃത്യമായിട്ട് ICICI അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രീമിയം അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ആവറേജ് മന്ത്ലി ബാലൻസിൻ്റെ കേസിലും എല്ലാം തന്നെ പ്രീമിയം തന്നെയാണ്. മിനിമം 2 ലക്ഷം രൂപയാണ് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് ഈ ഒരു അക്കൗണ്ടിൽ കീപ്പ് ചെയ്യേണ്ടത്. സോ ഇനി അടുത്തായിട്ട് നമുക്ക് പീനൽ ചാർജസ് നോക്കാം. അതായത് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് 3% ഓഫ് ദ ഷോർട്ട് ഫാൾ റിക്വയർഡ് MAB ഓർ 500 വിച്ച് എവർ ഈസ് ലെസർ. അതായത് വെക്കേണ്ട മിനിമം ബാലൻസിൽ നിന്നും ഷോർട്ട് ഫാൾ ഉണ്ടെങ്കിൽ ആ ഷോർട്ട് ഫാളിൻ്റെ 3% അല്ലെങ്കിൽ 500 ഇതിൽ ഏതാണോ ഏറ്റവും കുറവ് വരുന്നത് അതായിരിക്കും പീനൽ ചാർജ് ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഷോർട്ട് ഫാൾ എന്താണെന്നുള്ളത് ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതാണ്. സോ ഇനി അടുത്തായിട്ട് നമുക്ക് ICICI ബാങ്കിൻ്റെ ഈ NRI പ്രോ അക്കൗണ്ടിൽ വരുന്ന ഡെബിറ്റ് കാർഡിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസയുടെ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡാണ് ഇതിൽ വരുന്നത്. സോ ഇവിടെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ആയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വിസ പ്രീമിയം പ്രിവിലേജസ്. സോ വിസയുടെ കാർഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ പ്രീമിയം പ്രിവിലേജസ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് ഈ കാർഡിലൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഫ്യൂവൽ സർചാർജ് വേവിയർ ആണ്. അതായത് 400 രൂപയ്ക്ക് മുകളിൽ 401 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പെട്രോൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സർചാർജ് ഒക്കെ അവർ വേവിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഷോപ്പിംഗ്, വേൾഡ് വൈഡ് ആക്സസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസ്, വിസ ഗ്ലോബൽ എമർജൻസി സർവീസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഡെയിലി ലിമിറ്റ്സുകളാണ്. സോ ഡൊമസ്റ്റിക് ആണെങ്കിൽ, അതായത് ഇന്ത്യക്കുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ഡെയിലി ക്യാഷ് വിഡ്രോവൽ പെർമിറ്റഡ് ആണ്. അതുകൂടാതെ ഓൺലൈൻ അല്ലെങ്കിൽ POS സ്വൈപ്പിംഗ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ഡെയിലി ലിമിറ്റും അവൈലബിൾ ആണ്. സോ ഇൻ്റർനാഷണലിലേക്ക് പോകുമ്പം ഈ ഒരു ഓൺലൈൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയായിട്ട് കുറയുന്നതുമാണ്. സോ അതുകൂടാതെ ഓരോ 200 രൂപയുടെ പർച്ചേസിനും 2 ICICI റിവാർഡ് പോയിൻറ്റ്സും അവർ ലഭ്യമാക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡെബിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്കിതിൻ്റെ AMC ചാർജസും കാര്യങ്ങളൊന്നും നോക്കാം. സോ NRI പ്രോ അക്കൗണ്ടിൽ വിസ പ്ലാറ്റിനം കാർഡിന് യാതൊരു തരത്തിലുള്ള ആനുവൽ മെയിൻ്റെനൻസ് ചാർജും അവർ ഈടാക്കുന്നില്ല. അതുപോലെ തന്നെ കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചാർജസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് കാർഡ് അയച്ചു തരാനുള്ള കൊറിയർ ചാർജായിട്ട് 375 രൂപ അവർ ഈടാക്കുന്നുണ്ട്. സോ ഇനി അടുത്തായിട്ട് ATM ഇൻ്റർചേഞ്ച് ചെയ്താണ്. അതായത് ട്രാൻസാക്ഷൻ അറ്റ് നോൺ ICICI ബാങ്ക് ATMs. ICICIയുടെ അല്ലാതെ മറ്റുള്ള ബാങ്കിൻ്റെ ATMs യൂസ് ചെയ്യുമ്പോഴുള്ള ചാർജാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള ചാർജും അവർ ചെയ്യുന്നില്ല, നില്ലെന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ രസകരമായ മറ്റൊരു കാര്യം, ട്രാൻസാക്ഷൻ അറ്റ് ICICI ബാങ്ക് ATMs ഇൻ ഇന്ത്യ, അതായത് മറ്റുള്ള ബാങ്കുകളുടെ ATMs ഇന്ത്യയിൽ ഉപയോഗിക്കുമ്പോൾ ചാർജ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ICICIയുടെ ATM തന്നെ 5 ട്രാൻസാക്ഷൻ്റെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 21 രൂപ അവർ ചാർജ് ചെയ്യുന്നതായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഓൺ ATMs യൂസ് ചെയ്യുമ്പോൾ ചാർജ് ഉണ്ടാവില്ല, മറ്റുള്ള ATMs യൂസ് ചെയ്യുമ്പോൾ ചാർജ് വരികയാണ് ചെയ്യാറ്. ഇവിടെ നേരെ തിരിച്ചിട്ടാണ്. അതർ ATMs യൂസ് ചെയ്യുമ്പോൾ ചാർജ് കൊടുത്തിട്ടില്ല, പക്ഷേ ഓൺ ATMs യൂസ് ചെയ്യുമ്പോൾ ചാർജ് ഉണ്ട് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഡെബിറ്റ് കാർഡ് നിങ്ങൾ ഇൻ്റർനാഷണലി, അതായത് ഇന്ത്യക്ക് പുറത്താണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ ക്യാഷ് ഇടപാടുകൾക്കും 125 രൂപ അവർ ഈടാക്കുന്നതായിരിക്കും. അതുകൂടാതെ 3.5% കറൻസി കൺവേർഷൻ റേറ്റും അവർ ഈടാക്കുന്നതായിരിക്കും.
അതുപോലെ തന്നെ നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, അതായത് ബാലൻസ് ചെക്കോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ 25 രൂപ അവർ ചാർജ് ചെയ്യുന്നതാണെന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി വിസയുടെ അണ്ടറിൽ വരുന്ന POSലോ ATMസിലോ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ അവിടെ മറ്റുള്ള ചാർജസ് ഒന്നും എടുക്കുന്നില്ല. പക്ഷേ കറൻസി കൺവേർഷൻ ചാർജസ് ആയിട്ട് 3% അവർ ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഇനി ഈ ഒരു കാർഡിൽ വരുന്ന എയർപോർട്ട് ലോഞ്ചസിനെ കുറിച്ച് സംസാരിക്കാം. അതായത് ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ചസ് ആണ് ഈ ഒരു കാർഡിൽ ഫ്രീ ആയിട്ട് ICICI ബാങ്ക് കൊടുക്കുന്നത്. അതും ക്വാർട്ടറിൽ 2 തവണ, അതായത് ആനുവലി 8 എയർപോർട്ട് ലോഞ്ചസ് നിങ്ങൾക്ക് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഡൊമസ്റ്റിക് മാത്രമാണ്, ഇന്റർനാഷണൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മറ്റുള്ള ചാർജ് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതായത് ലോക്കർ ചാർജസ് 40% ഓഫ് ദ ഡിസ്കൗണ്ട് ആനുവൽ ഫീ എന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ലോക്കർ എടുക്കുകയാണെങ്കിൽ 40% വരെ കിഴിവ് ഈ ഒരു അക്കൗണ്ട് ഹോൾഡറിന് കിട്ടുന്നതായിരിക്കും. അതുപോലെ ചെക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാനൊന്നും ചാർജ് ഇല്ല. പക്ഷേ വേറൊരു ചാർജ് അവർ ചെയ്യുന്നുണ്ട്. 375 രൂപ കൊറിയർ ചാർജ് എന്ന് പറഞ്ഞിട്ട് അവർ ഈടാക്കുന്നുണ്ട് ചെക്ക് ബുക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട്. അതുപോലെ ചെക്സ് കളക്ട് ചെയ്യുന്നതിന് ചാർജസ് വരുന്നില്ല. സ്റ്റോപ്പ് പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റോപ്പ് പേയ്മെന്റിനും 100 രൂപ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മെത്തേഡാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ചാർജസ് ഉണ്ടായിരിക്കുന്നില്ല. നെഫ്റ്റ്, IMBS, RTS ഇതിനൊക്കെ അവർ ചാർജ് വേവ് ചെയ്തിട്ടുണ്ട്. DD ഇഷ്യൂ ചെയ്യുന്നതിന് ചാർജ് വേവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റപ്പ് ചെയ്യുന്നതിനും ചാർജസ് ഒന്നും വന്നിട്ടില്ല. ഇഷ്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെന്റ് ചാർജസ് ഇല്ല. ഇനി മറ്റുള്ള ചില ചാർജസുകൾ കൊടുത്തിരിക്കുന്നത് ഡിക്ലൈൻ ഓഫ് ട്രാൻസാക്ഷൻ അറ്റ് എനി ATM ഓർ പോയിന്റ് ഓഫ് സെയിൽ ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്നാണ്. അതായത് ഉള്ള ബാലൻസ് ഇല്ലാതെ ഈ കാർഡ് കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്വൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ട് ഇത് ട്രാൻസാക്ഷൻ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ 25 രൂപ വെച്ചിട്ട് അവർ ചാർജ് ചെയ്യുന്നവർ കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ECS, സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ റിലേറ്റഡ് ഒക്കെ ചാർജസ് ഇവർ വളരെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട NRI പ്രോ പ്രോഗ്രാമിൽ ICICI ബാങ്ക് കസ്റ്റമേഴ്സിനായിട്ട് കൊടുക്കുന്നത്. സോ നിങ്ങളുടെ അക്കൗണ്ട് ICICI ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ICICI എന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുമല്ലോ. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.